നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാൻ 750 ഗ്രാം കിങ് ഫിഷാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കുറച്ച് ലെമൺ ജ്യൂസാണ് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ലെമൺ ജ്യൂസ് നമ്മൾ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ കുരുക്കളൊക്കെ കളഞ്ഞിട്ട് ആണ് ലെമൺ ജ്യൂസ് ഞാൻ ഇതേപോലെ ഒന്നിങ്ങനെ പിഴിഞ്ഞ് എടുക്കണം. ഇത് വെറും ഞാൻ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിൽ ലെമൺ ജ്യൂസും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഞാൻ മിക്സാക്കി എടുക്കുന്നത്. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. വെള്ളത്തിന് പകരം നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ വെള്ളമാവുമ്പോൾ നമുക്കത് മസാലേൻ്റെ അകത്ത് ഇപ്പോൾ ഓയിലിടുന്ന സമയത്ത് ഊരിപ്പോവും. വെള്ളം മസാല ഫുള്ളി ഒന്നും പിടിക്കില്ല. പക്ഷേ കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാല അതിൽ പിടിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് ഒരു ലിക്വിഡും അല്ല, ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ കിങ് ഫിഷ് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടിതൊരു അരമണിക്കൂർ സമയം ഫ്രീസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 2 hours നമുക്ക് വെക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു 2 hours ഇതേപോലെ ഫുൾ മസാല പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. കാരണം പുറത്തൊക്കെ വെച്ചാൽ ഫിഷ് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു അരമണിക്കൂർ സമയം ഫ്രീസറിൽ വെക്കുക ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തും പിടിച്ച് കിട്ടും. ഇനി വേറൊരു പാനിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും ബിരിയാണി റെഡിയാക്കുന്ന സമയത്ത് ഗീയിലാണ് എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കാഷ്യൂസാണ്. ഈ കാഷ്യൂ നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാഷ്യൂ ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെടുത്ത് കിസ്മിസും റൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത് ഇടാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തതാണിത്. അത് ഇട്ടിട്ട് ഇതേപോലെ ഗീയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഗീ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചെയ്താൽ മതി. കാരണം ഗീയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ എല്ലാം ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഗോൾഡൻ കളറായിട്ട് കിട്ടും. ഏകദേശം ഒരു 5 minutes സമയമാണ് ഇതൊക്കെ റോസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മല്ലിയില, നേരത്തെ ഗീയിൽ റോസ്റ്റ് ചെയ്ത കാഷ്യൂം ഒനിയനും റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെക്കുകയാണ്. അതിലേക്ക് നമുക്ക് റൈസ് റെഡിയാക്കണം. ബിരിയാണിക്ക് വേണ്ട റൈസ് ജീരകശാല റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ഗീ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. കുറേശ്ശെ ഒഴിച്ചാൽ മതി. പിന്നെ ഒരു 3 ഏലക്ക, 2 ഗ്രാമ്പൂ, പിന്നെ ഒരു പട്ട. ഇനി നമുക്ക് വേണ്ടത് ബേ ലീഫാണ്, ഒരു ബേ ലീഫ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു സെക്കൻഡ് വഴറ്റിയാൽ മതി. ഒരു 1/2 സവാള സ്ലൈസ് ചെയ്തതാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കണം. അങ്ങനെ ഇതിപ്പോൾ വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി 2-3 കറിവേപ്പിലയാണ് ഇടുന്നത്. ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഇടുന്നത്. ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതാണിത്. ഇതും നമുക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 2 കപ്പ് ബിരിയാണി അരിയാണ്, ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു 2-3 minutes നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഗീയിലും പിന്നെ നമ്മളിട്ടിരിക്കുന്ന സ്പൈസസിലും ഒക്കെ ഒന്ന് വഴന്ന് കിട്ടണം. അതിനൊരു 3-4 minute എടുക്കും ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് ഞാനിവിടെ 4 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്.
ഇത് നമ്മൾ വഴറ്റുന്ന സമയത്ത് തന്നെ വേറൊരു അടുപ്പിൽ ചൂടാക്കിയാൽ മതി വെള്ളം. അപ്പോൾ അങ്ങനെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ എപ്പോഴും ബിരിയാണി അരിയിൽ ഉപ്പിടുന്ന സമയത്ത് ഒന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം എന്താ പറയുക ഉപ്പിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഹാഫ് ലെമൺ ഇതേപോലെ സ്ക്യൂസ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഹാഫ് ലെമണാണ് സ്ക്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ നന്നായിട്ട് ഒന്ന് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. ഇനി ഞാൻ ഒരു മീഡിയം ഇഞ്ചി ആണ് എടുത്തിട്ടുള്ളത്, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയം ഞാൻ നോക്കുമ്പം റൈസൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് എനിക്ക് ശരിക്കും ഈ ഒരു റൈസ് വെള്ളം വറ്റി വരാൻ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണും കൂടെ ഗീ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ആകെ 3 ടേബിൾ സ്പൂണേ ഗീ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി ഒരു 15 മിനിറ്റ് സമയം കൂടി. അപ്പോൾ നമ്മൾ റൈസൊക്കെ സെറ്റായിട്ട് കിട്ടും. അങ്ങനെ ഇനി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ ഫ്രീസ് ചെയ്ത് വെച്ച ഫിഷൊക്കെ ഇതിലേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ 2 സൈഡും ഓരോരോ സൈഡ് ഞാൻ 5 മിനിറ്റ് വെച്ചിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് സമയമാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് മസാല റെഡിയാക്കുമ്പം കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 7 മീഡിയം സൈസ് സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല സ്ലൈസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വഴറ്റുന്ന സമയത്ത്. നേരത്തെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തല്ലോ, അതിലുള്ള കുറച്ച് ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നേരത്തെ ഞാൻ ചതയ്ക്കാൻ വെച്ചിട്ടുള്ള ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി, പിന്നെ 4 പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ്. ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തത് വഴറ്റുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഫെനൽ സീഡ് പൗഡറാണ്, അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫിഷ് ഇതിൻ്റെ മേലെ വെച്ച് കുറച്ച് മല്ലിയിലയും ഇട്ടിട്ടുണ്ട്. കുറച്ച് ബിരിയാണി റൈസിൻ്റെ അകത്ത് നമുക്ക് ബിരിയാണീൻ്റെ കുറച്ച് മസാല നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോരോ ലെയറും വെക്കുമ്പോൾ കുറച്ച് മസാലയും കൂടെ ഇടണം. അങ്ങനെ 10 മിനിറ്റ് ദമ്മാക്കി വെച്ചിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഒരു തവണ ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.